നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ ഏറെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഘടകങ്ങളിലൊന്നാണ് വനങ്ങൾ. അതുകൊണ്ട് തന്നെ വനങ്ങളുടെ സംരക്ഷണവും പരിപാലനവും ഒക്കെ ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. അത് ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാൻ ഈ മേഖലയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. വനമേഖലയിലെ പഠനവും ഗവേഷണവും തൊഴിലവസരങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ഡെറാഡൂണിൽ ദീർഘകാലം സയന്റിസ്റ്റായി പ്രവർത്തിച്ച് ഇപ്പോൾ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടറായി ചാർജ് എടുത്ത ഡോക്ടർ ശ്യാം വിശ്വനാഥാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. സർ, ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ഫോറസ്ട്രി എന്ന് പറയുന്ന ഒരു മേഖല നമ്മുടെ സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ആ ഒരു മേഖലയെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവാണ്. അപ്പോൾ അതിലേക്ക് വിദ്യാർത്ഥികൾ വരുന്നതും വളരെ ചുരുക്കമാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് നമ്മുടെ സംസ്ഥാനത്തും കേരളത്തിന് പുറത്തും ഇന്ത്യയിലൊട്ടാകെ എവിടെയൊക്കെയാണ് ഇങ്ങനെ ഒരു കോഴ്സ് തന്നെ ലഭ്യമായിട്ടുള്ളത്, എവിടെയൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതെ, ഫോറസ്ട്രി കോഴ്സ് തുടങ്ങുന്നത് 1986 കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ BSc ഫോറസ്ട്രി ആ വർഷം ആദ്യമായിട്ട് ആരംഭിച്ചു. അതോടൊപ്പം MSc ഫോറസ്ട്രിയും ആ വർഷം ആരംഭിച്ചു. അന്ന് ഇൻടേക്ക് കപ്പാസിറ്റി 15 ഇപ്പം ഏകദേശം 30ഓളം വർഷമായി അതിൻ്റെ ഇൻടേക്ക് കപ്പാസിറ്റി ഇപ്പോൾ 30. കേരളത്തിൽ കോളേജ് ഓഫ് ഫോറസ്ട്രി വെള്ളായണിക്കര കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജിൽ ഇപ്പോൾ 30 സ്റ്റുഡൻസിനെ എടുക്കുന്നുണ്ട് BSc ഫോറസ്ട്രി ഇൻടേക്ക്. അതിൽ 5 എണ്ണം ICR കോട്ട ഓൾ ഓവർ ഇന്ത്യ വരുന്ന സ്റ്റുഡൻസ് ആണ്. അത് ഈ നീറ്റ് എക്സാം ഇപ്പം കോമ്പറ്റേറ്റീവ് എക്സാം പാസ്സായിട്ട് വരുന്നവരാണ്. അപ്പം ഇന്ത്യയിൽ ആ കൂടെ നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസിൽ ഏകദേശം 35 അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസിൽ ഇപ്പം ഈ 4 ഇയർ പ്രൊഫഷണൽ BSc ഫോറസ്ട്രി കോഴ്സ് അണ്ടർ ദ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കോളേജ് ഓഫ് ഫോറസ്ട്രിയിൽ നിന്ന് ഇപ്പോൾ ഏകദേശം 400ഓളം ഫോറസ്ട്രി ഗ്രാജുവേറ്റ്സ് പാസ്സായിട്ടുണ്ട്. പിന്നെ അവരുടെ ജോലി സാധ്യത എല്ലാം നോക്കുകയാണെങ്കിൽ ഏകദേശം 100% എംപ്ലോയ്മെന്റ് ആണ് അവർക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ആരും അങ്ങനെ അൺഎംപ്ലോയ്ഡ് ആയിട്ട് നിൽക്കുന്നില്ല. ഓക്കെ സർ, അപ്പം ഇത് വരുമ്പോഴത്തേക്കും ഈ ഒരു കേരളത്തിൽ പ്രധാനമായിട്ടും ഒരു കോളേജാണ് BSc ഫോറസ്ട്രിയിൽ ഉള്ളത്. ഈ ഒരു 4 വർഷത്തെ കോഴ്സാണെന്നും സർ പറയുന്നത്. അപ്പൊ ഇതിലേക്കൊരു പ്രവേശനം എങ്ങനെയാണ്? നമ്മൾ ഈ ഒരു കമ്പൈൻഡ് എക്സാം എൻട്രൻസ് വഴിയാണോ വരുന്നത്? നീറ്റ് എൻട്രൻസ് എക്സാം ആണ് ഈ 4 ഇയർ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സിന് വരുന്നത്. ഈ നീറ്റ് എക്സാം എഴുതിയിട്ടുള്ളവരാണ്. പിന്നെ അതിന് പുറമെ കേരളത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒരു 3 ഇയർ ഫോറസ്ട്രി പ്രോഗ്രാം ഉണ്ട്. പിന്നെ MSc വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ഒരു കോഴ്സ് നടക്കുന്നുണ്ട്. അത് ഒരു 24 സീറ്റ്സ് ഉണ്ട്. ഈ 3 ഇയർ പ്രോഗ്രാമിന് 29 സീറ്റ്സ് ആണ്. അങ്ങനെയാണ് നടക്കുന്നത്. പക്ഷെ അത് പ്രൊഫഷണൽ ഓൺ പവർ ഈ പ്രൊഫഷണൽ കോഴ്സ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് ഈ ഒരു 4 വർഷത്തെ ഒരു ഫോറസ്ട്രി കോഴ്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർക്ക് പഠിക്കാനായിട്ട് ഒരു അവസരം ലഭിക്കുന്നത്? അതെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ 4 ഇയർ ഈ ഫോറസ്ട്രി കോഴ്സിന് സെലക്ഷൻ തന്നെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് നന്നായിട്ട് വേണം. ഒരു ഇനിഷ്യൽ ക്രൈറ്റീരിയ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സാവണം. ഇത്രയും ഹൈറ്റ്, വെയിറ്റ്, പിന്നെ ചെസ്റ്റ് എക്സ്പാൻഷൻ, പിന്നെ ഒരു വാക്കിംഗ് ടെസ്റ്റ് മാതിരി എന്തൊക്കെയോ നടത്തുന്നുണ്ട്. അതായത് ഇവരെ ഭാവിയിൽ എക്വിപ്ഡ് ആക്കുകയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ റേഞ്ച് ഓഫീസേഴ്സായിട്ടോ അങ്ങനെ ഫോറസ്റ്റ് സർവീസിലൊക്കെ കയറാനായിട്ട്. അതിനുവേണ്ടി ഒരു ഇനീഷ്യൽ പ്രിപ്പറേഷൻ എന്ന നിലയിൽ. അത് മാത്രമല്ല, ഈ കോഴ്സിൽ കുറേ ഫീൽഡ് വർക്ക് അവർക്ക് പലപ്പോഴും കാട്ടി പോകേണ്ടി വരും. ട്രക്കിംഗ് ഉണ്ടാവും. അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് ഇസ് വെരി സുപ്രീം. ആ ഫോറസ്ട്രി കോളേജിന്റെ ഈ ലോഗോ തന്നെ ഹെൽത്തി മൈൻഡ് ഇൻ ഹെൽത്തി ബോഡി, അതാണ് എംബോഡി ചെയ്യുന്നത്. മറ്റ് എന്തൊക്കെ സബ്ജക്ട്സ് ആണ് ഇതിന്റെ? സബ്ജക്ട്സ് പ്രധാനമായിട്ട് അവർക്ക് സിൽവികൾച്ചർ ബേസിക് ഫൗണ്ടേഷൻ കോഴ്സസ് അവർ എടുക്കും. ഫോറസ്റ്റ് ബയോളജി, ബോട്ടണി, ബയോകെമിസ്ട്രി, പിന്നെ ഫിസിയോളജി, സിൽവികൾച്ചർ, പിന്നെ മെൻസുറേഷൻ, പിന്നെ ഈ ഫോറസ്റ്റ് എൻറ്റമോളജി, ഫോറസ്റ്റ് പത്തോളജി, പിന്നെ വുഡ് യൂട്ടിലൈസേഷൻ, അതിനെക്കുറിച്ച് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, പിന്നെ വേറെ അഗ്രോ ഫോറസ്ട്രി, ഇങ്ങനെ ഒരു ഏകദേശം ഒരു 12-15 കോർ കോഴ്സസ് ഉണ്ട് ഈ 4 ഇയർ പ്രോഗ്രാം. ഇൻ അഡീഷൻ ടു ഫൗണ്ടേഷൻ കോഴ്സസ്
അഗ്രികൾച്ചർ റിലേറ്റഡ് കോഴ്സസും ഉണ്ടാവും. സർ, ഈ ഒരു 4 വർഷത്തെ ഒരു BSc ഒരു പ്രോഗ്രാം ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അടുത്ത ഒരു MSc പ്രോഗ്രാമിലേക്ക് നമുക്ക് പോയാലോ, ഓപ്ഷൻ ഉണ്ടല്ലോ. അങ്ങനെ വരുമ്പോഴത്തേക്കും ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ഇതിൽ തന്നെ ഏതൊക്കെ സബ്ജക്ട്സിലാണ് നമുക്കൊരു MSc ഓപ്ഷൻ ഉള്ളത്? ഇപ്പോൾ കോളേജ് ഓഫ് ഫോറസ്ട്രിയിലാണെങ്കിൽ 5 ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതിൽ ഈ ലൈക്ക് വൈൽഡ് ലൈഫ് സയൻസ് ഉണ്ട്, പിന്നെ സിൽവികൾച്ചർ ആൻഡ് അഗ്രോ ഫോറസ്ട്രി, ട്രീ ഇംപ്രൂവ്മെന്റ് ആൻഡ് ജെനറ്റിക്സ്, വുഡ് സയൻസ്, പിന്നെ ട്രീ ബയോളജി. അപ്പോൾ ഇങ്ങനെ ഒരു 5 ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻടേക്ക് കപ്പാസിറ്റി MSc ഓരോ ഡിപ്പാർട്ട്മെന്റിലും 2 സ്റ്റുഡൻസ് ഇതാണ്. പിന്നെ ഇതിന് പുറമെ MSc പ്രോഗ്രാംസ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് FRIU, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിവേഴ്സിറ്റി, ഡീംഡ് യൂണിവേഴ്സിറ്റി, അവർ നടത്തുന്നുണ്ട് ഡെറാഡൂണിൽ. അപ്പം അവിടെയും ഈ MSc ഫോറസ്ട്രി 2-year പ്രോഗ്രാം, MSc വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി 2-year പ്രോഗ്രാം, പിന്നെ പൾപ്പ് ആൻഡ് പേപ്പർ ടെക്നോളജി, സെല്ലുലോസ്, അതൊരു 1-year ഡിപ്ലോമ പ്രോഗ്രാമും നടത്തുന്നുണ്ട്. ഇതിനു പുറമെ വൈൽഡ് ലൈഫിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, അവിടെ MSc പ്രോഗ്രാംസ് ഉണ്ട് വൈൽഡ് ലൈഫ് ബയോളജിയിൽ. പിന്നെ ബാംഗ്ലൂരിൽ NCBS അവരും ഒരു MSc പ്രോഗ്രാം നടത്തുന്നുണ്ട് വൈൽഡ് ലൈഫ് റിലേറ്റഡ്. അപ്പോൾ ഇങ്ങനെ നിരവധി ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിൽ ഉണ്ട്. ഈ ഞാൻ പറഞ്ഞല്ലോ ഈ 35 അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ്, അവർ പലരും MSc പ്രോഗ്രാംസും ഉണ്ട് ഈ പല ഡിസിപ്ലിനിലും. ഒരു കാര്യം കൂടെ അതോടൊപ്പം ചോദിച്ചോട്ടെ സർ, ഈ PG ചെയ്യുന്ന ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന വ്യക്തികൾക്ക്, ചില ആളുകൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഒരു ജോലി എന്നതായിരിക്കും ലക്ഷ്യം, ചില ആളുകൾക്ക് ഒരു ഗവേഷണ മേഖലയോടായിരിക്കും താല്പര്യം വരുന്നത്. അപ്പോൾ ആ ഒരു 2 തലത്തിലും ഒരു PG കഴിഞ്ഞ ഉടനെ ഒരു ജോലി എന്നൊരു ആഗ്രഹമുള്ളവർക്ക് ഏത് കോഴ്സായിരിക്കും PGക്ക് നല്ലത്? അതേസമയം ഒരു ഗവേഷണത്തിലേക്ക് പോകുന്നു എന്നുള്ളവർക്ക് അതിന് സാധ്യത കൂടുതലുള്ള മേഖല ഏതായിരിക്കും? പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്, കാരണം ഭാവിയിൽ അത് ഒരു ഉപകാരപ്പെടും. പക്ഷേ BSc ഫോറസ്ട്രി കഴിഞ്ഞവർക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു കോട്ടയുണ്ട്. മുമ്പ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ 50% ആയിരുന്നു, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു അത് 25% ആയിട്ട് കുറച്ചിരിക്കുന്നു. പക്ഷേ എന്നിരുന്നാലും ഏകദേശം 100ഓളം വിദ്യാർത്ഥികൾ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പം റേഞ്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കുറച്ച് പേര് അസിസ്റ്റന്റ് കൺസർവേറ്റർ ഫോറസ്റ്റ്, ഇപ്പോൾ പലവര് DF പാസ്സായവർ, ഏകദേശം ഒരു 130 പേര് കണക്കാക്കാം. ഇതിനു പുറമെ ഒരു 25 പേരോളം ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എഴുതി പോയിട്ടുള്ള സ്ഥിതിയുണ്ട്. അത് ഈ കേരളത്തിലെ മാത്രം. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസ്, തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, GKVK യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ സയൻസ് ബാംഗ്ലൂർ, അവിടുന്ന് വിദ്യാർത്ഥികൾ ഇത് ഡിപ്പാർട്ട്മെന്റിലും കയറുന്നുണ്ട്. അതോടൊപ്പം ഫോറസ്റ്റ് സർവീസ് എക്സാം ഒക്കെ എഴുതി പാസ്സായി പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ അതിനു പുറമെ ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ, പിന്നെ ഈ എന്താ പ്ലാന്റേഷൻ കമ്പനീസ് ലൈക്ക് AV തോംസൺ, ഹാരിസൺ മലയാളം, പിന്നെ റീഹാബിലിറ്റേഷൻ ഫൗണ്ടേഷൻ, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ, അങ്ങനെയുള്ള ഈ ക്വാസി ഗവൺമെന്റ് ഏജൻസീസിലും എല്ലാം കയറുന്നുണ്ട്. പിന്നെ പൾപ്പ് ആൻഡ് പേപ്പർ ഇൻഡസ്ട്രീസിലും ഇവരുടെ പ്ലാന്റേഷൻ മാനേജറായിട്ട് എടുക്കാനായിട്ട് ധാരാളം പേര് അങ്ങനെയും പോയിട്ടുണ്ട്. ഇന്ത്യൻ ടൊബാക്കോ കമ്പനി, അവരും പ്ലാന്റേഷൻ മാനേജേഴ്സായിട്ട് ഇവർ ഈ ഫോറസ്ട്രിക്കാരെ പ്രിഫർ ചെയ്തു. പിന്നെ ഈ സിംഗ്രണി കോളിയറീസ്, ഈ കോൾ മൈൻസിനൊക്കെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് ഉണ്ട്, റിഫോറസ്റ്റേഷൻ. അപ്പോൾ അവരും ഈ ഫോറസ്ട്രി ഗ്രാജുവേറ്റ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ നിരവധി ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സർ, ഇത് ഈ ഒരു കോഴ്സിലേക്ക് പല ആൾക്കാരും വരാൻ മടിക്കുന്നത് ഒരു പക്ഷേ ഇത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, വെറുതെ നിൽക്കേണ്ടി വരുമോ, നമുക്ക് എത്രത്തോളം ജോലി ലഭിക്കും എന്നൊക്കെ ഉള്ള ഒരു പേടി വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിലേക്ക് വരാൻ. പക്ഷേ സാർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത് ആരും തന്നെ അല്ല, ഈ കോഴ്സ് പാസ്സായിട്ടുള്ള 400ഓളം വിദ്യാർത്ഥികൾ പാസ്സായി എന്ന് പറഞ്ഞു, അവരിൽ ആരും തന്നെ ജോലി ഇല്ലാതെ നിൽക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം ഓപ്പർച്യൂണിറ്റീസ് വളരെ അധികം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇതിനൊരു വിദേശത്തും ഉള്ളൊരു സാധ്യത എങ്ങനെയാണ് സർ? വിദേശത്ത് ഫോർ ഹയർ സ്റ്റഡീസ് MSc പ്രോഗ്രാംസിനായാലും PhD പ്രോഗ്രാംസിനായാലും ദർ ആർ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പം US യൂണിവേഴ്സിറ്റി, ഒരു ലിസ്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഞാൻ വായിക്കാം. വിദ്യാർത്ഥികൾ പോയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഓഫ് മിസൂറി, പെർഡ്യൂ യൂണിവേഴ്സിറ്റി, ലൂസിയാന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറിഡ, ടെക്സാസ് A&M യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, യെയിൽ യൂണിവേഴ്സിറ്റി, കൊളംബിയ യൂണിവേഴ്സിറ്റി, കോർണൽ. US മാത്രം ഇത്രയധികം യൂണിവേഴ്സിറ്റീസിൽ ഫോറസ്ട്രി വിദ്യാർത്ഥികൾ പോയിട്ടുണ്ട് ഹയർ സ്റ്റഡീസിന്. കാനഡയിലാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ ഫേമസ് ആണ്, എസ്പെഷ്യലി ഫോറസ്റ്റ് പ്രോഡക്ട്സ്, വുഡ് സയൻസിനൊക്കെ.
യൂറോപ്പിലാണെങ്കിൽ UK എസ്പെഷ്യലി യൂണിവേഴ്സിറ്റി ഓഫ് ബാങ്കർ, ഓക്സ്ഫോർഡ് ഒക്കെ പഴയ ഫോറസ്ട്രി വളരെ റെപ്യൂട്ടേഷനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ബാർസിലോണ, ഉപ്സല യൂണിവേഴ്സിറ്റി സ്വീഡനിൽ, പിന്നെ ഓസ്ട്രേലിയയിലാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ. ഇവരെല്ലാം യൂണിവേഴ്സിറ്റീസിൽ ദേ ആക്ച്വലി people from the forestry colleges, they have gone for doing their post graduation as well as PhD programs. അങ്ങനെ ആ ഒരു റിസർച്ച് മേഖലയിൽ പോകാൻ ഒരു PhD വേണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർക്ക് they either go into academics or any other similar kind of research oriented job. ഇന്ത്യയിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് റിസർച്ചിന്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ അവരുടെ ഒരു ഏകദേശം 10 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്. അവിടെയും MSc പ്രോഗ്രാംസ് അല്ല PhD പ്രോഗ്രാംസിന് ഇങ്ങനെയുള്ള ഈ MSc ഫോറസ്ട്രി പല സ്പെഷ്യലൈസേഷൻസ് ഉള്ളവർക്ക്, ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജെനറ്റിക്സ് ആൻഡ് ട്രീ ബ്രീഡിംഗിൽ ട്രീ ഇംപ്രൂവ്മെന്റിലും ജെനറ്റിക്സിലും MSc ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് PhD ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. IWST ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഈ വുഡ് സയൻസ് MSc കഴിഞ്ഞവർക്ക് PhDക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്കോളജി അവിടെയൊക്കെ FRA ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്കോളജി, സിൽവികൾച്ചർ ഇങ്ങനത്തെ ഡിസിപ്ലിൻസ് ഇൻക്ലൂഡിംഗ് വുഡ് സയൻസ് എല്ലാവർക്കും ചെയ്യാനായിട്ട് അവസരമുണ്ട്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കേരളത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞങ്ങൾ ഇവിടെ ഈ വിദ്യാർത്ഥികൾ ഈ ഫോറസ്ട്രി മാത്രമല്ല, ഫോറസ്ട്രി ബാക്ക്ഗ്രൗണ്ടുള്ള മാത്രമല്ല, പ്യുവർ സയൻസ് ഉള്ള കുട്ടികൾ, അതായത് സുവോളജി, എൻറ്റമോളജി, പിന്നെ എൻവിറോൺമെന്റൽ സയൻസ് എന്നീ മേഖലകളിലുള്ള വിദ്യാർത്ഥികൾ ഇവിടെ PhDക്ക് വരാറുണ്ട്. പക്ഷേ ഞങ്ങൾ KFRAയിൽ ഇവിടെ ഇൻസിസ്റ്റ് ചെയ്യുന്ന അവർ ഒരു നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് CSIR UGC ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നെറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ അവർക്ക് കൂടുതൽ ചാൻസ് ഉണ്ട്. പിന്നെ പല റിസർച്ച് പ്രോജക്ട്സ് റൺ ചെയ്യുന്നുണ്ട് KFRAയിൽ. അപ്പോൾ അവിടെ ഞങ്ങൾ ഓപ്പൺ അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കും. ഈ ഓരോ പ്രോജക്റ്റ് ഫെലോസ് ആയിട്ട് വന്നിട്ട് അവർക്ക് ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് അവർക്ക് ദേ ആർ ഫൗണ്ട് ക്വാളിഫൈഡ്, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അവർക്ക് PhDക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. അപ്പം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, ക്യുസാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, പിന്നെ FRA യൂണിവേഴ്സിറ്റി എല്ലാം I have recognized KFRA as a research center for doing PhD. സർ, നമ്മളിപ്പോൾ സംസാരിച്ചത് സർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ മേഖലയിലെ ഒരു ഗവേഷണ സാധ്യതകളെ വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മുടെ KFRAയുടെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ്? ഈ ഒരു ഗവേഷണങ്ങൾ നടക്കുന്ന ഒരു മേഖല കൂടുതലായതുകൊണ്ട് KFRAയുടെ ഒരു പ്രാധാന്യത്തെ പറ്റിയും KFRAയുടെ ഒരു വിഷനെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ സർ? KFRA കുറിച്ച് പറയുകയാണെങ്കിൽ KFRA 1975 സ്ഥാപിച്ച ഒരു ഗവേഷണ സ്ഥാപനമാണ്. അന്ന് അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റൺ ചെയ്ത ഒരു ഇതായിരുന്നു. പിന്നെ 2002 കേരള സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി കൗൺസിലിൻ്റെ കീഴിൽ കൊണ്ടുവരികയായി. എന്നിട്ട് KFRAയിൽ ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഒരു 17 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് അണ്ടർ 9 പ്രോഗ്രാം ഹെഡ്സ്. Divisions. That includes silviculture, soil science, ecology, GIS, forest economics ഉണ്ട്. പിന്നെ ഫോറസ്റ്റ് ഹെൽത്ത്, അതിൽ ഈ entomology, forest entomology, forest pathology എന്നിങ്ങനെ ഫോറസ്റ്റ് ബോട്ടണി ഉണ്ട്. ബയോടെക്നോളജി ഓഫ് കോഴ്സ്, ബയോടെക്നോളജി ഈസ് ഓൾസോ ദ ബയോടെക്നോളജി, പിന്നെ മോളിക്കുലർ ബയോളജി, അങ്ങനെ എല്ലാ ഡിസിപ്ലിൻസും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പം വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾക്ക് എന്നിട്ട് ഓരോ KFRAയിൽ ഏകദേശം 27 സയൻറ്റിസ്റ്റ് അത് അഗൻസ്റ്റ് ദ സാങ്ഷൻ സ്ട്രെങ്ത് ഓഫ് 68 ആണ് ഫുൾ സ്ട്രെങ്ത്. അപ്പോൾ ഓൾറെഡി 27 സയൻറ്റിസ്റ്റേ ഉള്ളൂ ഇപ്പം. പക്ഷെ എന്നാലും ഞങ്ങളുടെ റിസർച്ച് പ്രോജക്ട്സ് ഒക്കെ വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. ബോത്ത് ഇന്റേണൽ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ പ്രോജക്ട്സ് ഉണ്ട്. FAOൻ്റെ പ്രോഗ്രാംസ് ഉണ്ട്. KFRA ഓവർ ദിസ് ഇയേഴ്സ് ഇപ്പോൾ ഏകദേശം 40 കൊല്ലത്തോളമായി ഹാസ് അറ്റൈൻഡ് എ സ്റ്റാച്ചർ, ഇന്റർനാഷണൽ സ്റ്റേച്ചറാണ്. We have international collaborative programs with FAO. പിന്നെ ഈ TEACnet, FAOൻ്റെ വേറൊരു പ്രോഗ്രാം TEACnet ഒരു നെറ്റ്വർക്ക് അവിടുന്ന് റൺ ചെയ്യുന്നു. പിന്നെ ഈ ഇൻവേസീവ് സ്പീഷീസ് നെറ്റ്വർക്ക് ഉണ്ട്, അതും അവിടുന്ന് നടത്തുന്നു. പിന്നെ KFRA is also a member of this Asia Pacific Forestry Research Institute that is based in Malaysia and headquarters. അപ്പം we are also KFRA ഒരു മെമ്പറാണ്. എന്നിട്ട് ആക്റ്റീവായിട്ട് എക്സ്ചേഞ്ച് പ്രോഗ്രാംസും എല്ലാം നടത്തുന്നുണ്ട്. വി ഓൾസോ ട്രെയിൻ സ്റ്റുഡൻസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മ്യാൻമാറിലുള്ള ഫോറസ്ട്രി
ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവരുടെ സ്റ്റാഫിനെയൊക്കെ ട്രെയിൻ ചെയ്ത് ഓവർ എ പീരീഡ് ഓഫ് 1 year ഞങ്ങൾ പോയി. അവർ ഇവിടെ ഇങ്ങോട്ടും വന്നു, എന്നിട്ട് ട്രെയിൻ ചെയ്തെടുത്തു. നേപ്പാൾ ഇനിയിപ്പം കമ്മിങ് അപ്പ്, നേപ്പാൾ അവിടുത്തെ ഫോറസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഞങ്ങൾ FAO പ്രോഗ്രാമിൽ അവിടെ. പിന്നെ ഓസ്ട്രേലിയ ആയിട്ട് ഓസ്ട്രേലിയയിൽ AICR അവരുടെ ഒരു പ്രോഗ്രാമിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയ യൂണിവേഴ്സിറ്റി വെസ്റ്റേൺ ഓസ്ട്രേലിയ ആയിട്ടൊക്കെ അതിന് മുമ്പ് കൊളാബറേറ്റീവ് പ്രോഗ്രാംസ് കുറേ നടന്നിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ ഫോറിൻ സയൻറ്റിസ്റ്റ് ഒക്കെ പുറമെയുള്ള യൂണിവേഴ്സിറ്റീസിനൊക്കെ ദേ കം ആൻഡ് ദേ ഹാവ് ഷോർട്ട് സ്റ്റിൻസ് ഇൻ KFRA. എന്നിട്ട് ഇവിടുന്ന് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഇവിടെ KFRAയിൽ ഫെലോഷിപ്പ് ചെയ്യുന്ന ആളുകൾക്ക് പുറത്തു പോയി ചെയ്യാനുള്ള സൗകര്യം അങ്ങനെയാണോ ഈ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം? അല്ല, എക്സ്ചേഞ്ച് പ്രോഗ്രാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അപ്പാഫ്രി ലുള്ള ദർ ആർ അറൌണ്ട് 55 മെമ്പേഴ്സ്. ഈ അപ്പാഫ്രി അത് ഏഷ്യ പസഫിക് ഫോറസ്ട്രി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻക്ലൂഡിങ് കൊറിയയിൽ നിന്നും മലേഷ്യയിൽ നിന്നൊക്കെ. അപ്പോൾ അവിടെയുള്ള സയൻറ്റിസ്റ്റ് ദേ കം ഹിയർ വിസിറ്റിംഗ് പ്രോഗ്രാംസിൽ. എന്നിട്ട് നമ്മളും ഇവിടെ നിന്നുള്ള സയൻറ്റിസ്റ്റും ദേ ഓൾസോ ഗോ. അങ്ങനെയൊക്കെ അപ്പോൾ കൊളാബറേറ്റീവ് ഇന്റർനാഷണൽ കൊളാബറേറ്റീവ് റിസർച്ച് ഇങ്ങനെ നടക്കാറുണ്ട്. അങ്ങനെ അപ്പോൾ ഒരുപാട് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇന്റർനാഷണൽ ലെവലിലും വി ഹാവ് പബ്ലിഷ് ക്വൈറ്റ് എ ലോട്ട് ഓഫ് പേപ്പേഴ്സ് ഇൻ ഇന്റർനാഷണൽ ജേർണൽസ്. അത് സയൻറ്റിസ്റ്റ് ഇപ്പം പഴയ ആ സ്റ്റാൽവേർഡ്സ് ഒക്കെ റിട്ടയർ ചെയ്ത് പോയി. ആ 75-ലുള്ള ഒരു ഇതില്ല. എന്നാലും പക്ഷേ ഈ യങ്സ്റ്റേഴ്സ് ഹാവ് കം അപ്പ് സോ വെൽ. ഓൾഡർ ജനറേഷൻ ഒരു ഈറ തന്നെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. ദേ വർ റിയലി ഗ്രേറ്റ് ഇൻ ദ ഫീൽഡ്സ്. എനിക്ക് പേരെടുത്ത് പ്രത്യേകിച്ച് ഓൾമോസ്റ്റ് എവറിബഡി വാസ് ആൻ എക്സ്പേർട്ട് ഇൻ ദാറ്റ് അവരുടെ ഒരു മേഖലയിൽ, റിസർച്ച് മേഖലയിൽ. ഇപ്പം എന്നിട്ട് ആ യങ് ജനറേഷൻ ഇപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വരുന്നു. മിഡിൽ ലെവൽ സയൻറ്റിസ്റ്റ് ക്വൈറ്റ് കേപ്പബിൾ, വെരി ഗുഡ്. ആൻഡ് അങ്ങനെ ഞങ്ങൾക്ക് പ്രോജക്ട്സും ധാരാളം കിട്ടുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ ഓവർ ദ പാസ്റ്റ് 7-8 months we have external projects to the tune of 6 to 7 crores കിട്ടിയിട്ടുണ്ട് പല ഏജൻസിയും, ഇൻക്ലൂഡിംഗ് UNDP, നാഷണൽ ബാംബു മിഷൻ, ബയോടെക്നോളജി മിനിസ്ട്രി, NMPB, നാഷണൽ മെഡിസിനൽ പ്ലാൻ ബോർഡ്. നാഷണൽ മെഡിസിനൽ പ്ലാൻ ബോർഡിന്റെ റീജിയണൽ സദേൺ സെന്റർ ഇവിടെയാണ്, KFRAയിലാണ്. പിന്നെ BTSG ബാംബു ടെക്നോളജി സപ്പോർട്ട് ഗ്രൂപ്പ്, നാഷണൽ ബാംബു മിഷന്റെ അതും ദാറ്റ് ഈസ് ഓൾസോ ബേസ്ഡ് ഇൻ ഇവിടെ സദേൺ റീജിയനിൽ KFRAയിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വളരെ ഹ്യൂജ് നെറ്റ്വർക്ക് റിലേഷൻ ഉണ്ട്. ഞാൻ നമ്മുടെ KFRAയിൽ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസ് നടക്കുന്നതായിട്ട് വെബ്സൈറ്റ് നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലാക്കിയിരുന്നു. അതിനെ പറ്റി ഒന്ന് പറയാമോ സാർ? ഞങ്ങൾ പ്രധാനമായിട്ട് ട്രെയിനിങ് പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുന്നത് ഇപ്പം ഒരു സോഫിസ്റ്റിക്കേറ്റഡ് അനാലിറ്റിക്കൽ ലാബ് തുടങ്ങിയിട്ടുണ്ട്. അത് ചീഫ് മിനിസ്റ്റർ സ്പെഷ്യൽ പ്രോഗ്രാമിലാണ്. അതായത് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഹൈ സോഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെന്റ്സ് അവരുടെ ഗവേഷണത്തിന് PhD പ്രോഗ്രാംസിനൊക്കെ ചിലപ്പം പലപ്പോഴും അതൊരു കൺസ്ട്രെയിൻഡ് ആയിട്ട് വരാറുണ്ട്. അപ്പം അത് ഓവർകം ചെയ്യാനായിട്ട് ഞങ്ങളിവിടെ ഈ ലാബോറട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തു. ആൻഡ് സ്റ്റുഡൻറ്റ് കൺസെഷണൽ റേറ്റ്സിൽ അവർ വന്ന് അവർക്ക് അവിടെ വന്ന് ചെയ്യാം, സാമ്പിൾസ് ഒക്കെ അനലൈസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് തുടങ്ങിയ ഒരു പ്രോഗ്രാം, ഒരു 3-month ട്രെയിനിങ് പ്രോഗ്രാം ഇൻ ദിസ് ഹാൻഡ്ലിംഗ് ദിസ് സോഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെന്റ്സ്. അങ്ങനത്തെ കുറേ ഇൻസ്ട്രുമെന്റ്, GCMS, അങ്ങനെ HPLC, അങ്ങനത്തെ പല ഇൻസ്ട്രുമെന്റ്സ്, CHN അനലൈസർ. അപ്പോൾ അത് ആ ഒരു പ്രവേശനം ആർക്കൊക്കെയാണ് ലഭിക്കുന്നത്? അത് ഞങ്ങൾ ഒരു റിട്ടൺ ടെസ്റ്റ് നടത്തും. എന്നിട്ട് അത് ബേസിക്കലി ദോസ് ഹാവിങ് എ ബയോകെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട്, കെമിസ്ട്രി, അങ്ങനത്തെ അനാലിറ്റിക്കൽ കെമിസ്ട്രി, അങ്ങനത്തെ കുറച്ചൊരു ബാക്ക്ഗ്രൗണ്ട് തിയറിറ്റിക്കൽ നോളജ് വേണം. അവരെ സെലക്ട് ചെയ്ത് എന്നിട്ട് അവർക്കാണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നത്, MSc കഴിഞ്ഞിട്ട്. എന്നിട്ട് വി ഹാവ് ഓൾസോ ടേക്കൺ ഇപ്പോൾ റീസെൻ്റ്ലി 2 പ്രോജക്ട് സ്റ്റാഫ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അവർ. അപ്പോൾ അതൊന്ന്. പിന്നെ ഇതിന് പുറമെ ഷോർട്ട് ടേം പ്രോഗ്രാംസ് നടത്താറുണ്ട്. നമുക്കൊരു കോളർ ഉണ്ട്. ശരി. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ ജോസ് മാത്യു ഫ്രം ചങ്ങനാശ്ശേരി. എവിടെ നിന്നാണ് സർ? ചങ്ങനാശ്ശേരി എന്നാണ്. ഓക്കെ സർ, കുറച്ചും കൂടെ ഒന്ന് ഉറക്കെ പറയാമോ? കുറച്ചും കൂടെ ഒന്ന് ഉച്ചത്തിൽ പറയാമോ? പറയാമല്ലോ. ഡോക്ടർ സാറിനോട് ചോദിച്ചോളൂ. സാറേ, ഹലോ. സാറേ, ഞങ്ങൾക്ക് ഈ കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട്, അതായത് ഒരു സ്റ്റുഡന്റിനെ അഡ്മിഷൻ എടുക്കാനായിട്ട് വാട്ട് ഷുഡ് ബി ദ ബേസിക് ക്വാളിഫിക്കേഷൻ? PhD പ്രോഗ്രാമിനോ? അതെ. PhD ഏത് കോളേജിലെന്നാണ് ഉദ്ദേശിച്ചത് സാർ? അത് ഏത് കോഴ്സിനാണെന്നൊന്ന് സ്പെസിഫൈ ചെയ്ത് പറയാമോ? BScക്കാണോ അതോ PhD പ്രോഗ്രാമിനാണോ? സാറ് പറഞ്ഞ ഡിഗ്രിക്ക് തന്നെ അഡ്മിഷൻ എടുക്കാൻ. സാർ KFRAയിലാണ് ഉദ്ദേശിച്ചത്. KFRAയിൽ ഞങ്ങൾ
MSc പ്രോഗ്രാംസ് ഒന്നും നടത്തുന്നില്ല. ഞങ്ങൾ PhD MSc പ്രോഗ്രാം അല്ല, ബേസിക്, അതായത് 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ 7 ക്ലാസ് പാസ്സായിട്ടാണ് നിങ്ങളുടെ കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടത്. ഞങ്ങൾ ഇങ്ങനെ ഈ 10th കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് BTSC ബാംബു ടെക്നോളജി സപ്പോർട്ട് ഗ്രൂപ്പിന്റെ അതിന്റെ കീഴിൽ കുറെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പം ഈ GSDP, അതായത് ഈ GSDP പ്രോഗ്രാമിൽ ഈ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ ഈ ആന്റർപ്രണേഴ്സിനെ ട്രെയിൻ ചെയ്യാനായിട്ട് ബാംബുവിന്റെ 2 കോഴ്സസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ബാംബു വാല്യൂ എഡിഷൻ, പിന്നെ അതിന് പുറമെ ഈ ബാംബു പ്രൊപ്പഗേഷൻ, അതിൽ 2 months കോഴ്സാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു സ്ക്രീനിങ് പ്രോസസ്സ് ഈ 10ാം ക്ലാസ്സും ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് അത് എലിജിബിൾ ആണ്. ഒരു ചെറിയൊരു ഇന്റർവ്യൂ ഉണ്ടാവും, എന്നിട്ട് അവരെ സെലക്ട് ചെയ്തിട്ട് ഈ 2 മാസത്തെ ഈ സർട്ടിഫിക്കറ്റ് ഒരു പ്രോഗ്രാം ഉണ്ട്, അവരെ എക്വിപ്ഡ് ആക്കുകയാണ്. ഇങ്ങനെ വാല്യൂ എഡിഷൻ, അവരുടെ സ്കിൽസ് എന്നിട്ട് ആന്റർപ്രണേഴ്സ് ആക്കി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എംപ്ലോയ്മെന്റ്, സെൽഫ് എംപ്ലോയ്മെന്റ്. ഓക്കെ സർ, താങ്ക് യു. വിളിച്ചതിനെ വളരെയധികം നന്ദി. സർ, നമ്മളിപ്പോൾ നമ്മുടെ കോളറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു GSDP എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ശരിക്കും അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഇതൊരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവ് ആണ്, ഗ്രീൻ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അതായത് ടു ക്രിയേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, കൂടുതൽ പേര് സ്വയം തൊഴിൽ കണ്ടെത്താൻ സാധ്യത ഉണ്ടാക്കി കൊടുക്കുക, അതിന് ആ സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു ഈ പ്രോഗ്രാം HRD മിനിസ്ട്രിയുടെ ഒരു പ്രോഗ്രാമാണ്. അപ്പം ഇതിൽ ഇപ്പം KFRAയിൽ ഇപ്പം 4 പ്രോഗ്രാംസ് ഇപ്പം നിലവിലുണ്ട്. ഒന്ന് 2 ബാംബുവിൻ്റെയാണ്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം 2 months ഡ്യൂറേഷൻ്റെ. ഒന്ന് ഈ വാല്യൂ എഡിഷൻ ഒരു പ്രോഗ്രാമുണ്ട്, പിന്നെ ബാംബു പ്രൊപ്പഗേഷൻ ആൻഡ് കൾട്ടിവേഷൻ അതിനെക്കുറിച്ച്. അപ്പം ഓൾറെഡി ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 2 months. ഇനി പിന്നെ ചെറിയ ഷോർട്ട് ടേം, അത് എലിജിബിലിറ്റി കുറച്ചും കൂടെ ഹയർ ആണ്. വാല്യുവേഷൻ ഓഫ് എക്കോസിസ്റ്റം സർവീസസ്, അത് പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് എക്കണോമിക് വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ്. അത് ഇത്രയും ഡ്യൂറേഷൻ ഇല്ല, ഒരു 2 weeks അത്രേ ഉള്ളൂ. പക്ഷെ അത് കുറച്ചും കൂടെ സ്കിൽ ഡെവലപ്മെന്റ് ആണ്. എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും അങ്ങനത്തെ ഒരു ഓറിയന്റേഷൻ ഉള്ള ആൾക്കാർക്കായിരിക്കും അത് കൂടുതൽ ഉപകാരപ്പെടുന്നത്. പിന്നെ ഫോറസ്റ്റ് ഹെൽത്ത്, അതായത് എൻറ്റോമോളജി, പെത്തോളജി, അതിൽ കുറച്ചും കൂടെ ഒരു സ്കിൽ ഡെവലപ്മെന്റ്. പിന്നെ ഇതിന് പുറമെ ഈ ബട്ടർഫ്ലൈ പാർക്ക് പിന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആർക്കെങ്കിലും ട്രെയിനിങ് വേണമെങ്കിൽ ഞങ്ങൾ അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വി ഹാവ് ഇപ്പം KFRA is known for that. ഓൾറെഡി ഒരു 62 ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്രോസ് ദ സ്റ്റേറ്റ് വി ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് ബട്ടർഫ്ലൈ ഗാർഡൻസ്. KFRAയുടെ ഫെസിലിറ്റീസിൽ പറയുകയാണെങ്കിൽ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ട്, ഒരു സയന്റിഫിക്കലി ഡിസൈൻ. ഞങ്ങളുടെ സബ് സെന്റർ നിലമ്പൂരിലും അവിടെയും ഒരു വെൽ ഡെവലപ്ഡ് ബട്ടർഫ്ലൈ ഗാർഡൻ ആൻഡ് പാർക്ക് ഉണ്ട്. അപ്പം വി ആക്ച്വലി ഓറിയന്റ് അതിനെക്കുറിച്ച് നല്ലൊരു എന്തൊക്കെ ചെടികളാണ് നടേണ്ടത്, പിന്നെ ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈസ്, അതെങ്ങനെ അത് റെയർ ചെയ്യണം, അത് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന്റെ ഒരു ഭാഗമായിട്ട് വരും. ഇപ്പോൾ വളരെ അടുത്ത് ചെയ്ത ഒരു കനോക്കുന്ന് കൊട്ടാരം പാലസിൽ അവിടെ ഈ ഫ്ലവർ ഷോ നടന്നല്ലോ, ഒരു ഏരിയയിൽ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് വളരെ അധികം അപ്രീസിയേഷൻ കിട്ടിയ ഒരു വർക്കായിരുന്നു. എനിക്കൊന്ന് ചില സ്കൂൾസിൽ, ഗവൺമെന്റ് സ്കൂൾസിൽ ഇങ്ങനെ ചെറിയ രീതിയിൽ ചെയ്യുന്ന ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു ഈ ബട്ടർഫ്ലൈ പാർക്കിന്റെ. ഓൺ റിക്വസ്റ്റ് ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും സ്കൂൾസ് ആയാലും ഈ ബട്ടർഫ്ലൈ പാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു കൊടുക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥികൾക്കൊക്കെ ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ആ ഒരു ലെവലിൽ വി ക്യാൻ ഡിസൈൻ അങ്ങനെ ചെയ്തിട്ട് ഇവർക്ക് ഒരു ഓറിയന്റേഷൻ ആൻഡ് എക്സ്പോസർ കൊടുക്കാൻ സാധിക്കും. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് സാർ, അതിലേക്ക് പോവാം. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, നമുക്ക് ഇത് ചോദിച്ചോളൂ മാഡം. നമുക്ക് BTech ഇലക്ട്രോണിക്സിൽ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ജോലിയുടെ എന്ത് കോഴ്സ് പഠിക്കാനാണ് ജോലിക്ക്? അത് MTechന് പോയ. ഹലോ, BTech കഴിഞ്ഞിട്ട് മാഡം ചോദ്യം ഒന്നും കൂടെ വ്യക്തമാക്കാമോ? അതെ, MTech ആണോ MBA ആണോ, ഏത് കോഴ്സാണ് നല്ലത്? പിന്നെ നമുക്ക് ജോലിക്ക് എന്തെങ്കിലും ഒരു കോഴ്സ് ഇലക്ട്രോണിക്സ്, BTech ഇലക്ട്രോണിക്സ് കഴിഞ്ഞതാണ് മോളെ. അപ്പം അത് ജോലിക്ക് പറ്റിയ കോഴ്സ് അറിയാൻ വേണ്ടിട്ട് വല്ല ഇതുണ്ടോന്ന് അറിയാനാ. അത് ഇനി വല്ല സോഫ്റ്റ്വെയറിന്റെ വല്ലതും പഠിക്കണോ? അത് ഇത് ഫോറസ്ട്രി റിലേറ്റഡ് ആയിട്ട് ഞാൻ പറയുവാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് റിമോട്ട് സെൻസിങ് MSc പ്രോഗ്രാംസ് ഉണ്ട്. നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസിയുടെ അവരുടെ കോഴ്സ് നടക്കുന്നുണ്ട്. NRSI ഹൈദരാബാദിലുണ്ട്, ഡെറാഡൂണിലുണ്ട്. അവിടെ ഈ MSc പ്രോഗ്രാംസ് ഉണ്ട്. നിങ്ങൾ അവിടെ ഒന്ന് ചെക്ക് ചെയ്താൽ നന്നായിരിക്കും. ഈ റിമോട്ട് സെൻസിങ് ഇൻ ഫോറസ്ട്രി അതൊരു വലിയ ഒരു ഫീൽഡാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ഉപകാരപ്രദമായിരിക്കും.
പോസ്റ്റ് ഗ്രാജുവേഷൻ. റിമോട്ട് സെൻസിങ്. അത് നമ്മൾ എവിടെയാ പഠിക്കുന്നത്? അത് NRSA നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി ഹൈദരാബാദിലുണ്ട്, പിന്നെ ഡെറാഡൂണിലുണ്ട്. അവിടെ ഈ കോഴ്സസ് ഉണ്ടാവും. ശരി മാഡം, വിളിച്ചതിന് വളരെയധികം നന്ദി. സർ, നമ്മളൊരു ട്രെയിനിങ് പ്രോഗ്രാംസിന്റെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ KFRAയിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ വെബ്സൈറ്റിൽ നോക്കിയപ്പോഴത്തേക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ട ഒരു കാര്യമാണ് ഒരു ട്രീ ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്നത്. ശരിക്കും എന്താണ് ഒരു ട്രീ ഹെൽപ്പ് ലൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് ഞങ്ങളുടെ KFRAയിൽ ഒരു വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഡോക്ടർ TV സജീവ് പുള്ളി ആണ് ഇതിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത്. ഇദ്ദേഹം ഒരു എൻറ്റമോളജിസ്റ്റ് ആണ്. പലപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു എൻക്വയറീസ് റിലേറ്റഡ് ടു ഒരു ട്രീൻ്റെ ഹെൽത്തിനെ കുറിച്ച്. ഞാൻ്റെ ട്രീ ഇൻസെക്റ്റ് അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ പെസ്റ്റ് അറ്റാക്ക്, അല്ലെങ്കിൽ ഒരു ഡിസീസ് പ്രോബ്ലം വന്നു, ഇനി എന്താ ചെയ്യേണ്ടത്, സംരക്ഷിക്കേണ്ടത്, അങ്ങനെ പല ക്വറീസ് വരും. ഇപ്പം പിന്നെ ചിലവർക്ക് ഈ ട്രീ കൾട്ടിവേഷനെ കുറിച്ച് അറിയണം. ഞാൻ ഇന്ന മീലിയ ഡൂബിയ പ്ലാന്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നു, എവിടെ ഇതിൻ്റെ സീഡ്സ് എവിടെ കിട്ടും, അതിൻ്റെ ടെക്നോളജി എവിടെ കിട്ടും, ഇങ്ങനെയൊക്കെ. അപ്പം ഇതിൻ്റെ സ്കോപ്പ് വളരെ വൈഡാണ്. ട്രീ ഹെൽപ്പ് ലൈൻ ഞങ്ങളിത് പണ്ട് ഈ ട്രീ പെസ്റ്റ് ആൻഡ് ഡിസീസ് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഇപ്പോൾ അത് ഓൾ ആസ്പെക്ട്സ് റിലേറ്റഡ് ടു ട്രീ കൾട്ടിവേഷൻ, സിൽവികൾച്ചർ, എക്കോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യുന്നുണ്ട്. ഇൻഫാക്ട് ഈ റീസെൻ്റ് ആയിട്ട് വന്ന ഫ്ലഡ്സ് വന്നല്ലോ, കേരള ഫ്ലഡ്സ്, August 14 to 17th, this tree helpline was actually functioning as a rescue line. It was converted to a rescue line. എന്നിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് 24/7 ഇത് പ്രവർത്തിക്കുമായിരുന്നു. എന്നിട്ട് ഈ വരുന്ന ഈ മറൂണ്ട് ആയിട്ടുള്ള ആൾക്കാർ കോൾസ് എന്നിട്ട് ഈ ഡിസാസ്റ്റർ ഏജൻസിയെ കോർഡിനേറ്റ് റെസ്ക്യൂ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി അത് അങ്ങനെയും ഞങ്ങളൊരു വെർസറ്റൈൽ ആയിട്ട് വെച്ചിരുന്ന ഒരു ഇതാണ്. അപ്പം ഇത് ആർക്കൊക്കെ നമുക്ക് സർ പറഞ്ഞു, ഇത് ആർക്കൊക്കെ ഉപയോഗപ്രദമാക്കി എടുക്കാൻ പറ്റും ഈ ഒരു ട്രീ ഈ ഒരു ഹെൽപ്പ് ലൈൻ? അത് ഏതൊരു കർഷകനും, ഫാമർ അല്ലെങ്കിൽ ഒരു എന്തൂസിയാസ്റ്റ്, ബാക്ക്ഗ്രൗണ്ട്, അയാളുടെ ഹോം ഗാർഡനിൽ ഇപ്പോൾ എല്ലാ മരങ്ങളുണ്ടോ, അഡ്വൈസ് എന്ത് മരങ്ങളാണ് നടേണ്ടത്, ആർക്ക് വേണമെങ്കിലും നമ്മുടെ മണ്ണിന് അനുയോജ്യമായിട്ടുള്ള മരങ്ങൾ നമ്മൾ അത് അഡ്വൈസ് ചെയ്യും. എന്ത് ചെടികൾ വേണം, ഇൻക്ലൂഡിങ് മെഡിസിനൽ പ്ലാന്റ്സ്, അഗ്രോ ഫോറസ്ട്രി, എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്യുന്നുണ്ട്. വെർച്വലി അസിസ്റ്റിംഗ് ഇൻ ട്രീ കൾട്ടിവേഷൻ. ഇതുപോലെ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ KFRAയുടേതായിട്ടുള്ളത് എടുത്തു പറയാൻ തക്കതായിട്ടുള്ള? ഞങ്ങൾക്ക് KFRAയിൽ ആക്ച്വലി വി ഹാവ് എ വണ്ടർഫുൾ കൺസർവേറ്ററി എന്ന് പറയുമ്പോൾ അത് സ്റ്റുഡൻസ് എല്ലാ ദിവസവും മിക്കവാറും ഞങ്ങൾക്ക് വി ഗെറ്റ് വിസിറ്റേഴ്സ് ഫ്രം ഓൾ ഓവർ കോളേജസ്, വേരിയസ് കോളേജസ് ഇൻ ദ സ്റ്റേറ്റ് ആൻഡ് ആസ് വെൽ ആസ് ഈ അക്രോസ് ഇന്ത്യ. ഈ റേഞ്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം, ഫോറസ്ട്രി പ്രോഗ്രാംസ്, ഈ BSc ഫോറസ്ട്രിക്കാരുടെ സ്റ്റഡി ടൂർസ് എല്ലാം KFRA is an integral part അവരുടെ ഒരു ടൂർ പ്രോഗ്രാമിൽ. അപ്പോൾ ദാറ്റ് ഈസ് ബിക്കോസ് വി ഹാവ് ഡെവലപ്ഡ് ഒരു മെഡിസിനൽ ഗാർഡൻ, ഒരു മോർ ദൻ 120 സ്പീഷീസിൻ്റെ വിത്തിൻ ദ ക്യാമ്പസ്. KFRA ക്യാമ്പസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് ട്രോപ്പിക്കൽ മോയ്സ്റ്റ് ഡെസിഡസ് ഫോറസ്റ്റ് ഏരിയ. ഒരു ഏകദേശം 28 ഹെക്ടേഴ്സിൻ്റെ ഒരു ക്യാമ്പസാണ്. പീച്ചി ഡാം ഒരു 3 കിലോമീറ്റേഴ്സ് അഹെഡ് ആണ് പീച്ചി ഡാം. ഫ്രം ഈ തൃശ്ശൂർ പാലക്കാട് പോണ വഴി പട്ടിക്കാട് ജംഗ്ഷനിൽ നിന്ന് എക്സാക്ട്ലി ഒരു 7 കിലോമീറ്റർ വരുമ്പോൾ നിങ്ങൾക്ക് KFRA ക്യാമ്പസിലേക്ക് കടന്നു ചെല്ലാം. അവിടെ വി ഹാവ് ദിസ് ആർബോറേറ്റം, പിന്നെ വി ഹാവ് ദിസ് കൺസർവേറ്ററി, ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്, പിന്നെ മെഡിസിനൽ ഗാർഡൻ ഉണ്ട്, പിന്നെ വി ഹാവ് എ പാമേറ്റം. ഒരു ഏകദേശം 135 പാം സ്പീഷീസ് അവിടെ കൺസർവേഷൻ ഉണ്ട്. ഫ്രം ഓൾ ഓവർ ഇന്ത്യ എൻഡമിക് പാംസും എല്ലാം ഉണ്ട്. പിന്നെ വി ഹാവ് എ ബാംബു സെറ്റം. അത് ഞങ്ങൾ പാലപ്പള്ളി ഒരു 17 കിലോമീറ്റേഴ്സ് അവിടെ ഫോറസ്റ്റ് സബ് സെൻറ്റർ ഉണ്ട് ഞങ്ങൾക്ക് അവിടെ പാലപ്പള്ളിയിൽ. അപ്പോൾ ദർ വി ഹാവ് ഇന്ത്യയിൽ ആ കൂടെ ഒരു 140 സ്പീഷീസ് ഓഫ് ബാംബു ഉണ്ട്. അതിൽ ഏകദേശം 68 എണ്ണം പാലപ്പള്ളിയിൽ തന്നെ ഉണ്ട്. നൗ ഇറ്റ് ഈസ് അവിടെ വരുമ്പോഴത്തേക്കും അത് 75 മുതൽ തുടങ്ങിയാണ്. ഇപ്പം ബാംബു മോസ്റ്റ് ഓഫ് ദ സ്പീഷീസ് ഹാവ് ഗ്രൗൺ വെരി ടോൾ ആൻഡ് ഒരു നല്ലൊരു ഇറ്റ് ഈസ് ഓപ്പൺ ടു പബ്ലിക്. അതൊരു കൾട്ടിവേഷൻ ബേസിസിലാണ്, കൾട്ടിവേഷൻ ബേസിസല്ല. ഇതൊരു ബാംബു സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ കണ്ടീഷനിൽ അത് വളരുകയാണ്. എന്നിട്ട് ആൾക്കാർക്ക് ഒരു ധാരണ ഈ ഒരു പെർട്ടിക്കുലർ ബാംബു കളക്ഷൻ ഫ്രം അക്രോസ് ദ ഇന്ത്യ, എന്നിട്ട് എല്ലാം കൂടി ഒരു സ്ഥലത്ത് അസംബിൾ ചെയ്ത് വെക്കും. നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് വരാം സർ. ഒരു കോളറും കൂടിയുണ്ട്. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ ശൈലജയാണ്. എവിടെ നിന്നാണ് മാഡം? ആന്ധ്രാപ്രദേശ്. സാറിനോട് ചോദിച്ചോളൂ.
ആ സാർ, എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് സാർ. പറയൂ. എന്റെ മോൾ MSc നാനോ സയൻസ് ആൻഡ് ടെക്നോളജി കഴിഞ്ഞതാണ് മദ്രാസ് യൂണിവേഴ്സിറ്റി. അവിടെ PhD വല്ലതോ ചാൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചത്. നാനോ സയൻസ് റിലേറ്റഡ് ആയിട്ട് നാനോ സയൻസ് ആപ്ലിക്കേഷൻസ് ബയോടെക്നോളജിയിലുണ്ട്. അപ്പം പോസിബിളി ബയോടെക്നോളജിയിൽ അഡ്വാൻസ്ഡ് ആയിട്ട് പിന്നെ മോളിക്കുലർ ബയോളജിയിലും ഗവേഷണം ചെയ്യാൻ PhD പ്രോഗ്രാംസ് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആ തരം റിലേറ്റഡ് പ്രോജക്ട്സ് വരുമ്പോൾ ഞങ്ങൾ ഈ ഒരു ഇന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാരെ ആവശ്യമുണ്ട്. അത് എപ്പോഴും KFRAയുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഓരോ പ്രോജക്ട്സ് വരുമ്പോൾ ആവശ്യമുള്ള എന്താ KFRA കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് www.kfra.org വെബ്സൈറ്റിൽ ഞങ്ങൾ പൊസിഷൻസ് ഇങ്ങനത്തെ പൊസിഷൻസ് അനൗൺസ് ചെയ്യും. എന്നിട്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയയും ഉണ്ടാവും. അപ്പം അത് സ്യൂട്ടഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യുക, വരിക. ഞങ്ങൾ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടാണ് MSc മദ്രാസിൽ തന്നെ. അപ്പൊ ഗേറ്റ് നിർബന്ധം എന്നൊക്കെ പറയുന്നു. അപ്പൊ അറിയാ പറഞ്ഞിട്ട് വിളിച്ചാണ്. എലിജിബിലിറ്റി അതുണ്ടെങ്കിൽ നന്നായിരിക്കും. അതൊരു ആഡഡ് ഇതാണ്, കുറച്ചും കൂടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഈ നെറ്റ് ക്വാളിഫൈഡോ ഗേറ്റ് ക്വാളിഫൈഡോ അല്ലെങ്കിൽ UGC CSR സ്കോളർഷിപ്പ് എല്ലാം ഉണ്ടെങ്കിൽ അത് അഡ്വാൻറ്റേജസ് ആയിരിക്കും. ചാൻസ് ഉണ്ടല്ലേ? അപ്പൊ നോക്കുക, നിങ്ങൾ ആദ്യമേ വെബ്സൈറ്റിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആ പ്രോജക്റ്റിന്റെ ഇന്ന ആൾക്കാരെ ക്വാളിഫിക്കേഷൻസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതനുസരിച്ച് അപ്ലൈ ചെയ്താൽ മതി. വളരെ നന്ദി മാഡം, തുടർന്നും കാണുക. സാർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ബാംബൂ സെറ്റത്തിന്റെ അതിന്റെ ഇതിനെ പറ്റിയാണ് സംസാരിച്ചത്. ഇതൊരു യുണീക്ക് തിങ് ആണ് ഈ ബാംബൂ സെറ്റം. ഇങ്ങനെ ഇന്ത്യയിൽ ആകെ 3 മാത്രമേ എൻ്റെ അറിവിൽ, ഞാൻ ഒരു 10 കൊല്ലമായിട്ട് ബാംബൂവിൽ ഗവേഷണം ചെയ്യുകയാണ്. അപ്പോൾ എനിക്കറിയാം ഇന്ത്യയിൽ ആകെ 140 സ്പീഷീസ് ഓഫ് ബാംബൂ ഉണ്ട്. അതിൽ ഏകദേശം 80% നോർത്ത് ഈസ്റ്റിലേ ഉള്ളൂ. ഇവിടെ സദേൺ പെനിൻസുലാർ ഇന്ത്യയിൽ ഡൈവേഴ്സിറ്റി കുറവാണ് ബാംബുവിൻ്റെ. അപ്പം ഇവിടെ KFRAയിൽ എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റ് ഇൻക്ലൂഡഡ് എല്ലാ ബാംബു ഔട്ട് ഓഫ് 140 സ്പീഷീസ് ഏകദേശം 68 സ്പീഷീസ് നമ്മളിവിടെ ഒരു സ്ഥലത്ത്, ഈ പാലപ്പള്ളി അതൊരു ഏകദേശം ഒരു 40 ഹെക്ടർ ഏരിയ ഉള്ള സ്ഥലമാണ്. പക്ഷേ ബാംബു സെറ്റ് ഒരു 5 ഹെക്ടറിൽ ഞങ്ങൾ അസംബിൾ ചെയ്ത് നല്ല ലേബൽ ചെയ്ത് ആൾക്കാർക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു പബ്ലിക്കിനും, അതോടൊപ്പം ഞങ്ങളുടെ ഗവേഷണം റിസർച്ചും ഉണ്ട് അതിൽ. വി ട്രൈ ടു ലുക്ക് ഇൻ ടു ദ പെർഫോമൻസ്, കമ്പാരിറ്റീവ് പെർഫോമൻസ് ഓഫ് ദിസ്. ആൻഡ് ഓൾസോ നഴ്സറി ബാംബു നിങ്ങൾക്കറിയാം സീഡ് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അത് ഈ ഗ്രിഗേറിയസ് ഫ്ലവറിങ് ഓൾമോസ്റ്റ് ഒരു 40-30 മോസ്റ്റ് ഓഫ് ദ സ്പീഷീസ് ഒരു 40 ഇയേഴ്സ് കഴിഞ്ഞാലേ സീഡ് കിട്ടുള്ളൂ. അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെറ്റീരിയൽ എടുക്കാനും പിന്നെ ടിഷ്യൂ കൾച്ചർ വഴിയും മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഒരു സോഴ്സ് ആയിട്ടും അങ്ങനെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. ഞാൻ പറഞ്ഞ മാതിരി ഇന്ത്യയിൽ 3 ഏറ്റവും നല്ല ബാംബു സെറ്റ് ഉള്ള ഒന്ന് TBGRI, ഞങ്ങളുടെ സിസ്റ്റർ സ്ഥാപനമുണ്ട് പാലോട്, പിന്നെ KFRAയിൽ, പിന്നെ ചെസ അരുണാചൽ പ്രദേശിൽ. ഇവിടെയാണ് ഏറ്റവും വലിയ കളക്ഷൻസ് ഉള്ളത്. അതല്ലാതെ എനിക്ക് ഇന്ത്യയിൽ ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ അറിവിലില്ല. സർ, ഇനി നമ്മൾ ഈ ഒരു വനമേഖലയിലേക്കുള്ളൊരു അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? നമ്മുടെ ഇതിന്റെ ഭൂപ്രകൃതിയുടെ എത്ര ശതമാനമാണ് നമുക്കൊരു വനപ്രദേശം എന്ന് പറയാൻ പറ്റുന്നത്? ആക്ച്വലി 33%, ഐഡിയലി 33% ഓഫ് ദ ടോട്ടൽ ലാൻഡ് മാസ് ഷുഡ് ബി അണ്ടർ ട്രീ കവർ. അതാണ് വേണ്ടത് ഐഡിയലി. കേരളത്തിൽ ഏകദേശം 29% ഉണ്ട്. ഇന്ത്യ മൊത്തം നോക്കുകയാണെങ്കിൽ അറൌണ്ട് 22% ഉള്ളൂ under forest cover, recorded forest cover. It's still a kind of controversy. പക്ഷേ കേരളത്തിൽ വി ആർ നാച്ചുറലി ബ്ലസ്ഡ്. അതെന്താണെന്ന് വെച്ചാൽ വെസ്റ്റേൺ ഗാറ്റ്സ് ഹോട്ട്സ്പോട്ട് ബയോഡൈവേഴ്സിറ്റി കേരളത്തിൽ കൂടെ. സദേൺ വെസ്റ്റേൺ ഗാറ്റ്സ് ഇസ് ഓൾമോസ്റ്റ് ഫ്രം കാസർഗോഡ് ടു കന്യാകുമാരി പാസിംഗ് ത്രൂ കേരള. അപ്പോൾ അതിൻ്റെ ഒരു 40 കിലോമീറ്റർ ഗ്യാപ്പ്, പാലക്കാട് ഗ്യാപ്പ് അവിടെ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇറ്റ് ഇസ് അൺബ്രോക്കൺ. അപ്പം കേരളത്തിൽ നമുക്ക് ഏകദേശം ഒരു 6 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് തന്നെ കിട്ടും. എവർഗ്രീൻ ഫോറസ്റ്റ്, പിന്നെ സെമി എവർഗ്രീൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ മോയിസ്റ്റ് ഡെസിഡസ് ഫോറസ്റ്റ്, പിന്നെ ട്രോപ്പിക്കൽ ഡ്രൈ ഡെസിഡസ്, പിന്നെ ഈ മൊണ്ടൈൻ ടെമ്പറേറ്റ് ബ്രോഡ്ലി ടെമ്പറേറ്റ് ഫോറസ്റ്റ്, പിന്നെ ഈ അത് ഷോള വനങ്ങൾ പറയും, പിന്നെ ഗ്രാസ് ലാൻഡ്സ്, ഇരവികുളം അവിടെയൊക്കെ കാണുന്ന ടോപ്പ് ഗ്രാസ് ലാൻഡ്സ്, പിന്നെ മാംഗ്രൂവ് എന്ന് പറഞ്ഞാൽ കണ്ടൽ കാടുകൾ അവിടെ കേരളത്തിൽ.
അപ്പം ഇതൊരു ഇങ്ങനത്തെ ഒരു ഡൈവേഴ്സ് തരത്തിലുള്ള ബട്ട് വെരി റിച്ച് ഇൻ ഡൈവേഴ്സിറ്റി ഒരു സോ വി ആർ ആക്ച്വലി ബ്ലസ്ഡ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇത്രയും ഒരു ഏകദേശം 30% ഫോറസ്റ്റ് ഉണ്ടെങ്കിലും നമ്മുടെ ഈ വുഡ് കൺസംഷൻ അല്ലെങ്കിൽ ഡിമാൻഡ് കാട്ടി നല്ല മീറ്റ് ചെയ്യണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കേരളത്തിൽ ഏകദേശം 2.2 മില്യൺ ടൺസ് ആനുവലി വുഡ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതിൽ ഏകദേശം 47% വരുന്നത് ഹോം ഗാർഡൻസ്, അതായത് ട്രീസ് ഔട്ട്സൈഡ് ഫോറസ്റ്റ് എന്ന് വരുന്നത്. അതായത് ഈ പ്ലാന്റേഷൻസ് സോറി 47% ഇമ്പോർട്ട് ചെയ്യുക ചെയ്യണം ഫ്രം അബ്രോഡ്. 38% ഹോം ഗാർഡൻസ്. ഹോം ഗാർഡൻ പ്ലാന്റേഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ട്രീസ് ഔട്ട്സൈഡ് ഫോറസ്റ്റ്, ട്രീസ് ഔട്ട്സൈഡ്, അതായത് നമ്മുടെ ഹോം ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൗണ്ടറീസിലൊക്കെ ഈ എന്താ നമ്മുടെ പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടല്ലോ, ഈ വീടിന് ചുറ്റുമുള്ള വളപ്പിൽ എന്താ ഈ മീൻസ് നമ്മുടെ പറമ്പിൽ തന്നെ തേക്ക്, ആഞ്ഞിലി, അങ്ങനത്തെ. അപ്പൊ അതാണ് ഒരു മേജർ പാർട്ട് നമ്മുടെ ഈ വുഡ് ഡിമാൻഡ് മീറ്റ് ചെയ്യണേ. ഫോറസ്റ്റിൽ നിന്ന് ആ കൂടെ ഒരു 1.6% എങ്ങാണ്ടേ ഉള്ളൂ. പിന്നെ ഒരു 8% റബ്ബർ പ്ലാന്റേഷൻസ്, റബ്ബർ വുഡാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ട്രീസ് ഔട്ട്സൈഡ് ഫോറസ്റ്റ് അല്ലെങ്കിൽ അതൊരു മേജർ ഇതാണ് ദ സോഴ്സ് ഓഫ് വുഡ് ഫോർ മീറ്റിംഗ് ദ ഡിമാൻഡ് ഓഫ് വുഡ് ഇൻ കേരള. നമ്മളിനി എയിം ചെയ്യേണ്ടത് വെദർ ഈ ഇമ്പോർട്ടഡ് അതൊരു 48% ഉണ്ട് ഇമ്പോർട്ട് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ. ഫ്രം അതർ സ്റ്റേറ്റ്സ് ഒരു 10-15% ഉണ്ട്. പക്ഷേ ഔട്ട്സൈഡ് ഇന്ത്യ ഇറ്റ്സ് എ ഹ്യൂജ്. അത് ഇമ്പോർട്ട് ബില്ല് വളരെയധികം. അത് ഇറ്റ് കുഡ് കം ഫ്രം ആഫ്രിക്ക, പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അതായത് ഇന്തോനേഷ്യ, മലേഷ്യ ഇപ്പം നിർത്തി, ഈ ജാവ, സുമാത്ര, ഫിലിപ്പൈൻസ് ആ ഒരു ഏരിയ, ബർമ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു ലോങ് ടേം സൊല്യൂഷൻ അല്ല. കുറച്ച് കഴിയുമ്പം കൺട്രീസ് അവരുടെ പോളിസീസൊക്കെ മാറും. ബ്രസീലൊക്കെ ഫോർ എക്സാമ്പിൾ പണ്ട് അവിടെ നിന്നൊക്കെ ധാരാളം വന്നിരുന്നു. ഇപ്പം ദേ ആർ നോട്ട് ഡൂയിങ് ഇറ്റ്. അപ്പോൾ അങ്ങനെ ദിസ് ഇസ് നോട്ട് ദേ ആർ വെരി മച്ച് ബോതേർഡ്, ഈ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസൊക്കെ. അപ്പം നമ്മൾ ഈ ഒരു ഇമ്പോർട്ട് നമ്മുടെ ഹോം ഗാർഡൻസിൽ ഇനിയും ഡൈവേഴ്സിറ്റി, ട്രീസ് കുറച്ചും കൂടെ ദർ സ്കോപ്പ് ഇനിയും കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട്, ഈ ഒരു ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. അത് നമ്മളെ പോസിബിലിറ്റീസ്, എസ്പെഷ്യലി ഈ റബ്ബർ പ്ലാന്റേഷനൊക്കെ ബൗണ്ടറിയിൽ ഒക്കെ പ്ലാൻ ചെയ്യാൻ ധാരാളം സ്കോപ്പ് ഉണ്ട്. ബൗണ്ടറി പ്ലാന്റേഷൻസ് ആണ് ഏറ്റവും നമ്മൾ അപ്പോൾ ടീക്കോ അല്ലെങ്കിൽ ആഞ്ഞിലിയോ ഒക്കെ ബൗണ്ടറീസിൽ വെച്ച് കൊടുത്ത് ഐ തിങ്ക് വി ക്യാൻ റിയലി മേക്ക് എ ഡിഫറൻസ് ഫോർ മീറ്റിംഗ് ദ വുഡ് ഡിമാൻഡ്. എനിക്ക് തോന്നുന്നു KFRAയിൽ ഈ ഒരു ടീക്ക് കൾട്ടിവേഷൻ്റെ അതിനൊരു പ്രാധാന്യം നൽകിക്കൊണ്ടൊരു ഇത് നടക്കുന്നുണ്ട്. ഒരു ടീക്ക് നെറ്റ് ഇന്റർനാഷണൽ പ്രോഗ്രാം സപ്പോർട്ടഡ് ബൈ FAO ഉണ്ട്. ഞങ്ങളുടെ ഒരു സയൻറ്റിസ്റ്റ് ഡോക്ടർ PK തുളസിദാസാണ് അതിൻ്റെ ടീക്ക് നെറ്റ് കോർഡിനേറ്റർ. അപ്പം വി ആക്ച്വലി ഡിസമിനേറ്റ് ഇൻഫർമേഷൻ ഓൺ ഗ്രോയിങ് ഓഫ് ടീക്ക് കൾട്ടിവേഷൻ, അതിൻ്റെ വേരിയസ് ആസ്പെക്ട്, ടെക്നിക്കൽ ഇൻപുട്സ് ഒക്കെ അതിനെക്കുറിച്ച്. അത് മാത്രമല്ല ഞങ്ങൾ ഫോറസ്റ്റ് സീഡ് സെൻറ്റർ ഉണ്ട്, കേരള ഫോറസ്റ്റ് സീഡ് സെൻറ്റർ. അത് ദാറ്റ് ഇസ് ബേസ്ഡ് ഇൻ KFRA. കഴിഞ്ഞ കൊല്ലം തന്നെ ഏകദേശം 53 ടൺസ് ഓഫ് സീഡ്, അതിൽ 47 ടൺസ് ടീക്ക്, നിലമ്പൂർ ടീക്ക് സീഡ്സ് ആയിരുന്നു. അപ്പം അതും വി ആർ ഗിവിങ് ഇറ്റ് ടു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഓൾസോ തേക്കിൻ്റെ സീഡ് ആർക്കൊക്കെ ആവശ്യമുണ്ട് അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. മറ്റ് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്? അതായത് നമുക്ക് ഈ ഒരു കൺസർവേഷൻ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്കൊരു പബ്ലിക്കിലാണെന്നുണ്ടെങ്കിലും അവർക്കൊരു അവബോധം ഉണ്ടാക്കുന്ന ഒരു അവയർനെസ് കൊടുക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് എന്തെങ്കിലും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ മാതിരി മെഡിസിനൽ ഗാർഡൻ ഉണ്ട്, വി ഹാവ് മെഡിസിനൽ ഒരു കുറേ സ്പീഷീസ് കൺസർവേറ്ററി. പിന്നെ ആർബറേറ്റം ഉണ്ട്. ആർബറേറ്റം അവിടെയും അറൌണ്ട് 1300 സ്പീഷീസ് ഉണ്ട്. ആർബറേറ്റം KFRA ക്യാമ്പസിലും ഉണ്ട്, പിന്നെ പാലപ്പള്ളി അവിടെയും ഒരു ആർബറേറ്റം ഉണ്ട്. അപ്പോൾ ദാറ്റ്സ് എ കളക്ഷൻ ഓഫ് ട്രീ സ്പീഷീസ്, വുഡി സ്പീഷീസ് ഫ്രം അക്രോസ് ഇന്ത്യ, അക്രോസ് ദ ഗ്ലോബ് വേണമെങ്കിൽ പറയാൻ പറ്റാവുന്ന കളക്ഷൻ. പിന്നെ വി ഹാവ് അവിടെ ഈ കെയിനേറ്റം ഉണ്ട്, കെയിൻസ്, ചില വെരി എൻഡമിക് കെയിൻസ്, കലാമസ് സ്പീഷീസിൻ്റെ ലൈക്ക് കലാമസ് റേണുക, കലാമസ് ത്വൈറ്റസി, അങ്ങനത്തെ ചില വെരി എൻഡമിക് സ്പീഷീസ് ഉണ്ട്. അതൊക്കെ അവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ കേരളത്തിൽ. അവിടെ നമ്മുടെ കൺസർവേറ്ററിയിലുണ്ട്. പിന്നെ വി ഹാവ് എ ഹെർബേറിയം, ഒരു വേൾഡ് ക്ലാസ് ഹെർബേറിയം ഉണ്ട്. പിന്നെ പലതും ഈ ഡിജിറ്റൈസ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഈ കേരളത്തിലുള്ള പല സ്പീഷീസ്. ദാറ്റ് ഡിജിറ്റൽ ഫോമാറ്റിലും കോമ്പാക്ട് ഡിസ്ക് അവൈലബിൾ ആണ്. പിന്നെ ഞങ്ങളുടെ ലൈബ്രറിയിൽ ഇതിനെക്കുറിച്ച് വി ക്യാൻ ആക്ച്വലി ഒരു ഇൻഫർമേഷൻ സർവീസസ് ഉണ്ട് ലൈബ്രറിയിൽ. KFRA ലൈബ്രറിയിൽ നോക്കിയാൽ യു ക്യാൻ ആക്ച്വലി ഗോ ഇൻ ടു ദാറ്റ് ആൻഡ് ഗെറ്റ് ദ ഡീറ്റെയിൽസ്, റിപ്പോർട്ട്സും ഇങ്ങനത്തെ ഇൻഫർമേഷനൊക്കെ. അതും ഇൻ ദാറ്റ് വേ വി ആർ ട്രൈങ് ടു ഒരു വണ്ടർഫുൾ കളക്ഷൻ ഉണ്ട് എല്ലാത്തിൻ്റെയും.
നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർത്തിയാകുകയാണ് സർ. നമ്മൾ ഒരുപാട് കാര്യങ്ങളെ ചർച്ച ചെയ്തു. ഈ ഒരു മേഖലയിലേക്ക് വരാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അറിഞ്ഞിരിക്കേണ്ടതും അവർ മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അവരുടെ തൊഴിലവസരങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. സാറിൻ്റെ ഇത്രയും തിരക്ക് പിടിച്ച സമയത്തിനിടയിൽ കുറച്ച് സമയം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചിലവഴിച്ചതിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. സാമൂഹ്യ പാഠത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.